Hello guys, welcome back to my YouTube channel. Soft voice, song show, infinite spark. Welcome to me. ഈ വീഡിയോ ഇങ്ങനെ എടുക്കണോ വേണ്ടേ എന്നുള്ളൊരു കൺഫ്യൂഷനിലായിരുന്നു ഞാൻ. പിന്നെ വിചാരിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ പറയാമെന്ന്. അതായത് 2 ദിവസമായിട്ട് ഞാൻ രേണു സുധീൻ്റെ ഒരു ഡാൻസിൻ്റെ വീഡിയോ ഇങ്ങനെ കാണുന്നുണ്ടായിരുന്നു. യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ ഞാൻ കാണുന്നുണ്ടായിരുന്നു. അപ്പം അതിനെക്കുറിച്ച് നമുക്കൊന്ന് നോക്കാം. എന്തായാലും ആ വീഡിയോ കാണാത്തവർക്കായിട്ട് ഞാൻ എന്തായാലും ഇവിടെ ഒന്ന് പ്ലേ ചെയ്യാം. കണ്ടില്ലേ, ബിഗ് ബോസ് ഇറങ്ങിയപ്പം ഒരുവിധം നെഗറ്റീവും കാര്യങ്ങളൊക്കെ ഇവരുടെ നേരെ ഉള്ളത് കുറച്ചൊന്ന് കുറഞ്ഞിരുന്നു. പക്ഷെ ആ ഒരു പോയ നെഗറ്റീവൊക്കെ എന്ത് വിധേനയും ഞാൻ തിരിച്ചു പിടിക്കും എന്നുള്ള ഒരു രീതിയിലാണ് ഇപ്പോൾ ഓരോരോ കാര്യങ്ങൾ കാണിച്ചു കൂട്ടുന്നത്. അങ്ങനെയാണ് എനിക്ക് ഈ ഒരു ഡാൻസ് വീഡിയോ കണ്ടപ്പോൾ തോന്നിയിട്ടുള്ളത്. എന്തൊരു ഡാൻസാലേ, ഭയങ്കര മതം പൊട്ടി ഡാൻസ് കളിക്കാൻ നിങ്ങൾക്ക് പറയില്ലേ, അതുപോലെ ഡാൻസ്. അതായത് എനിക്ക് ഇത്രയും ദിവസം പെർഫോം ചെയ്യാനൊരു സ്റ്റേജ് കിട്ടിയില്ലായിരുന്നു എന്നുള്ള രീതിയിൽ ആ ഒരു ക്ഷീണങ്ങളെല്ലാം കൂടെ തീർത്ത് കളയുന്നൊരു ഡാൻസ്. കൊള്ളാല്ലേ. എന്തായാലും പണ്ടത്തെക്കാട്ടിലും അതിശക്തമായിട്ട് രേണു സുധി തിരിച്ചു വന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു അറിയിപ്പ് കൂടിയാണെന്ന് തോന്നുന്നു ഈ ഒരു ഡാൻസ്. അപ്പം മെയിനായിട്ടുള്ള വിഷയം ഇതല്ല, ഇവരുടെ ഒരു ഇൻ്റർവ്യൂ കാണാനിടയായിട്ടുണ്ടായിരുന്നു ഞാൻ. അപ്പം അതിൽ ഇവർ വളരെ ലാഘവത്തോടെ ചിരിച്ചു തള്ളുന്നൊരു കാര്യമുണ്ട്. അതൊന്ന് കേട്ട് നോക്കൂ നിങ്ങൾ. ഇവർക്ക് എന്താന്നേ എനിക്കറിയില്ല. അതല്ല ഞാൻ ഞെട്ടിപ്പോയി. ഇവരുമൊക്കെ ആയിട്ട് യാതൊരു പ്രശ്നവും ഇല്ലാത്ത ആൾക്കാരാണ് ലാസ്റ്റ് ഇവര്. പിന്നെ ഇത്രയും ആരോപണം, ഇനി ഇതിൽ കൂടുതൽ ഇനി ആരോപണമൊന്നും ഇല്ലല്ലോ, ഇതോടുകൂടി തീർന്നെന്ന് തോന്നുന്നു. കാരണം ആഘോഷം വരെ ആയി. ഇനി ഇതിൽ കൂടുതൽ എന്താന്ന് എനിക്കറിയത്തില്ല. ഇതിനെപ്പറ്റി ഒന്നും പറയാം. ഇവരുടെ നേരെ ഇത്രയും വലിയൊരു അലിഗേഷൻ പറഞ്ഞ വ്യക്തിക്കെതിരെ ഇവർക്കൊരു പരാതിയില്ല. ഒരു പരാതി ഇവർക്കില്ല. ഇവരുടെ നേരെ ഇത്രയും വലിയൊരു അലിഗേഷൻ പറഞ്ഞ വ്യക്തിക്കെതിരെ ഇവർക്ക് ഒരു പരാതിയില്ല. ചിരിച്ചുകൊണ്ട്, വളരെ ചിരിച്ചുകൊണ്ട് ലാഘവത്തോടെ എടുത്തിട്ടാണ് ഇവിടെ സംസാരിക്കുന്നത്. ഒരു വ്യക്തിയുടെ നേരെ ഞാൻ ചെയ്തിട്ടുള്ള കാര്യമല്ല ഇയാൾ എന്നെക്കുറിച്ച് പറയുന്നതെങ്കിൽ എങ്ങനെയായിരിക്കും നമ്മുടെ പ്രതികരണം ഉണ്ടാവുക? വളരെ നമുക്ക് ദേഷ്യം പിടിച്ച് എന്താണ് നമ്മൾ ചെയ്യുന്നതെന്ന് നമുക്ക് പോലും അറിയില്ല. അതുപോലത്തെ ഒരു കാര്യമാണ് ഇവിടെ ഈ ഒരു ഹനാൻ എന്ന് പറയുന്ന വ്യക്തി ഈ ഒരു രേണു സുധിക്കെതിരെ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ അതൊന്നും അവർക്കൊരു ബാധകമേ അല്ല. അവരിതിനെക്കുറിച്ച് ഒരു റിയാക്ഷനും ഇല്ല അവർക്ക്. ഇനി ഇതിലും കൂടുതൽ എന്ത് വരാനാണ്? അത് മാത്രമാണ് അവരുടെ ഒരു റിയാക്ഷൻ എന്ന് പറയണത്. അവരത് അക്സെപ്റ്റ് ചെയ്ത പോലെയാണ് നിൽക്കുന്നത്. അല്ലെങ്കിൽ തനിക്കെതിരെ ഇങ്ങനെയൊരു അലിഗേഷൻ അത് തെറ്റാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെയാണോ റിയാക്ട് ചെയ്യുക? ഒരിക്കലും ഇങ്ങനെയല്ല റിയാക്ട് ചെയ്യുക. ഉറപ്പുള്ള കാര്യമല്ലേ? പക്ഷെ ഇവിടുത്തെ ഈ ഒരു രേണു സുധീൻ്റെ റിയാക്ഷൻ ഇതെല്ലാം ശരിയാണ് എന്ന് അവർ സമ്മതിക്കുന്ന പോലത്തെ ഒരു റിയാക്ഷനാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അല്ലെങ്കിൽ ആരായാലും റിയാക്ട് ചെയ്യില്ലേ? ഇവരെത്രയോ സില്ലി ആയിട്ടുള്ള കാര്യങ്ങൾക്ക് പോയി പോലീസ് സ്റ്റേഷനിൽ പോയി കേസ് കൊടുക്കാൻ പോയിട്ട് അവിടുന്ന് സംഭവങ്ങളൊന്നും നടന്നില്ല എന്ന് പറഞ്ഞിട്ട് കരഞ്ഞറിയുമെന്നുള്ളത് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇത്രയും വലിയൊരു അലിഗേഷൻ തൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വ്യക്തി വന്ന് പറയുമ്പോൾ അതിനെതിരെ നല്ല രീതിയിൽ പ്രതികരിക്കല്ലേ വേണ്ടത്? പക്ഷെ അതിവിടെ രേണു സുധി ചെയ്തിട്ടില്ല. എന്തുകൊണ്ട് ചെയ്തിട്ടില്ല? അപ്പം ഇവർ പറയുന്നതൊക്കെ ശരിവെച്ച് കൊടുക്കുകയാണോ? അതായത് ഇതൊരു സിമ്പിളായിട്ടുള്ള ടോക്കിൽ വന്ന ഒരു സംസാരം അല്ല. ഷെഫീന ബീബി എന്ന് പറയുന്ന ഈ ഒരു യൂട്യൂബർ എന്തായാലും ഇതിനെക്കുറിച്ച് റിയാക്ഷൻ ചെയ്യും എന്നുള്ളത് ഈ ഒരു പർട്ടിക്കുലർ വ്യക്തിക്ക് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അവരെ വിളിച്ചിട്ട് ഈ ഒരു കാര്യങ്ങളെല്ലാം, അതായത് രേണു സുധി ഭർത്താവ് മരിച്ചിട്ട് 1 മാസത്തിനുള്ളിൽ തന്നെ അബോർഷൻ ചെയ്തു എന്നുള്ള കാര്യം വരെ പറഞ്ഞത്. അപ്പം അവരിതിനെതിരെ വളരെ ചിരിച്ചുകൊണ്ടാണ് റിയാക്ഷൻ ചെയ്തത്. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞെട്ടിപ്പോവാണ് ചെയ്തത് ഇവരുടെ റിയാക്ഷൻ കണ്ടിട്ട്. രേണു സുധി ബിഗ് ബോസിൽ നിന്ന് പുറത്തെത്തുമ്പം ഇതൊക്കെ കണ്ടിട്ട് പൊട്ടിത്തെറിക്കുമെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷേ ഒന്നും സംഭവിച്ചില്ല.
എനിക്ക് ഈ ഒരു കാര്യങ്ങളൊക്കെ കണ്ടപ്പം ഇതൊക്കെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതായത് ഇങ്ങനെയൊന്നുമല്ല ഞാൻ വിചാരിച്ചിരുന്നത്. നിങ്ങൾക്ക് ഈ ഒരു കാര്യത്തിൽ എന്താണ് അഭിപ്രായം തോന്നിയിട്ടുള്ളത് എന്ന് വെച്ചാൽ ഒന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്താം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് കയറി നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നവരിക്കും. ബൈ.